Hello, welcome to my channel. Today is 1/11/2024. Last year this day was my marriage. So ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് നൈറ്റ് ഞാൻ നാട്ടിലേക്ക് പോവാണ്. കഴിഞ്ഞ വട്ടം ഈ ദിവസം എന്നെ കെട്ടിക്കൊണ്ട് വീട്ടിലോട്ട് പോയെങ്കിൽ ഇന്ന് അതേ ദിവസം എന്നെ പറഞ്ഞ് നാട്ടിൽ വിടുകയാണ്. ചേട്ടനില്ല, ഞാനും അനിയനും കൂടി പോവാണ്. സോ ഇനിയുള്ള വിശേഷങ്ങൾ നാട്ടിൽ പോയിട്ട് കാണാം. ലെറ്റ്സ് ഗോ. പോകുന്നതിന് മുന്നേ കുറച്ച് പർച്ചേസൊക്കെ ഇല്ല, അപ്പോൾ അതുകൂടി കണ്ടിട്ട് നമുക്ക് നാട്ടിൽ പോവാം. സോ ഞങ്ങൾ ഫസ്റ്റ് ഇറങ്ങിയിട്ട് ഫുഡ് മുഖ്യം ബിഗിലേ. സോ ഞങ്ങൾ ആദ്യം ഫുഡ് അടിക്കാൻ പോയി. ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളാക്കി എനർജിയൊക്കെ ഞങ്ങൾ ലോഡ് ചെയ്തിട്ട് ആദ്യം പോയത് എങ്ങോട്ടാണ്? UAE-ക്കാർ നാട്ടിൽ പോകുന്നതിന് മുന്നേ ആദ്യം പോയി പർച്ചേസ് ചെയ്യുന്ന സ്ഥലം എനിക്ക് തോന്നുന്നു ഡേ ടു ഡേ ആയിരിക്കും. ബിക്കോസ് നമുക്ക് റീസണബിളായിട്ട് ഒത്തിരി അധികം സാധനം മേടിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഡേ ടു ഡേ. ക്വാളിറ്റി ഭയങ്കര ക്വാളിറ്റിയിലൊന്നും അല്ലെങ്കിലും എന്നാലും കുറച്ച് നല്ല സാധനം നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പാക്കേജായിട്ട് ഒത്തിരി മേടിക്കാൻ പറ്റുന്ന, കോംബോ ഒക്കെ ആയിട്ട് മേടിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഡേ ടു ഡേ. സോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വരുന്നതിന് 2-3 ദിവസം പല ദിവസമായിട്ടായിരുന്നു പർച്ചേസ്. വരുന്നതിന് ഒരു ദിവസം 2 ദിവസം മുന്നേ ഞങ്ങൾ അജ്മാൻ സിറ്റി സെൻറ്ററിൽ പോയിട്ടാണ് കുറച്ച് ഡ്രസ്സും എനിക്ക് ബാഗ് ഒത്തിരി നോക്കി കിട്ടിയിട്ടുണ്ടായില്ല. സോ ഞങ്ങൾ ലാസ്റ്റ് സിറ്റി സെൻറ്ററിൽ പോയി ഒത്തിരി കടയിലൊക്കെ നോക്കി അവസാനം ഞങ്ങൾ R&B ചൂസ് ചെയ്തു. അവിടെ നിന്ന് കുറച്ച് ടീഷർട്ടും എനിക്ക് ബാഗൊക്കെ മേടിച്ചിട്ട് ഇറങ്ങുവാണ്. ഇതിപ്പം നിങ്ങൾ കാണുന്നത് എൻ്റെ കെട്ടുവിൻ്റെ അതിവിദഗ്ധമായ വീഡിയോ എടുക്കുന്ന സ്കില്ലാണ്. പല ആംഗിളിൽ പല സ്ഥലങ്ങളിൽ വെച്ച് വീഡിയോ എടുത്തതാണ്. ഇത് നിങ്ങൾ ലാസ്റ്റ് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഇതെങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്, എത്രത്തോളം സ്കിൽഡാണ് എന്നുള്ളത്. അവിടെ നിന്ന് പർച്ചേസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു 1 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഫുഡിൻ്റെ വിളി വന്നത് കാരണം കഴിക്കാൻ പോയി. എനിക്ക് തോന്നുന്നു ഞാൻ UAE പോയിട്ട് 2 years ആകുന്നു. അപ്പം അതിനിടയ്ക്ക് ഞാൻ കഴിച്ചതിൽ വെച്ച് ദ ബെസ്റ്റ് ബീഫ് റോസ്റ്റാണ് ഞാൻ അന്ന് കഴിച്ചത്. എൻ്റെ ദൈവം എന്നാ ടേസ്റ്റായിരുന്നു. ഞാൻ എവിടെ പോയി ഫുഡ് കഴിച്ചാലും ബീഫ് മേടിക്കുമ്പോഴത്തേക്ക് പറയും നാട്ടിലെ ടേസ്റ്റ് ഇല്ല, നാട്ടിലുണ്ടാക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഇല്ല. ബട്ട് ദിസ് വാസ് സംതിങ് ടു ടേസ്റ്റി. ഭയങ്കരമായിട്ട് എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞാനന്ന് ഞാൻ ഒത്തിരി ഫുഡ് കഴിക്കാത്ത ആളാണ്. ബട്ട് അന്ന് ഞാൻ ടേസ്റ്റ് കാരണം വീണ്ടും നെയ്പ്പത്തിന് മേടിച്ച് കഴിച്ചു. ആൻഡ് ഫൈനലി ദ ഡേ നവംബർ 1 എത്തി. എല്ലാം പാക്ക് ചെയ്തു. ഇത് എൻ്റെ മാത്രം ലഗേജ് ആട്ടോ. ഇതുപോലെ ഒരു ലഗേജ്, ഒരു സെറ്റ് ഓഫ് ലഗേജ് കിരണിൻ്റെ കയ്യിലുണ്ട്. ഞാൻ പോകുന്നതിൻ്റെ സന്തോഷമാണ് ആ മുഖത്ത്. ഫ്ലൈറ്റ് വന്നിട്ട് എനിക്ക് തോന്നുന്നു 10:30 or 10:45 സംതിങ്. ബട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 4 മണിക്ക് കഴിഞ്ഞിപ്പോൾ ഇറങ്ങി സൺസെറ്റ് ഞാൻ സീറ്റ് ബെൽറ്റ് തമ്മിൽ ചേരത്തേയില്ല, എനിക്കിഷ്ടമേല. പക്ഷേ ഇതിടാതിരുന്നു കഴിഞ്ഞാൽ ഫൈൻ ലോഡ് കണക്കിന് വരും എന്നുള്ളതുകൊണ്ട് അത് ഇട്ടല്ലേ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ അവനെ പിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഒത്തിരി സമയമുള്ളത് കാരണം ഞങ്ങൾ പിന്നെ നൈറ്റ് ഫ്ലൈറ്റും കൂടി ഇല്ലേ, എന്തെങ്കിലും കഴിച്ചിട്ട് കയറാമെന്ന് കരുതി ജ്യൂസ് വേൾഡിൽ പോയി ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി. 7:30 ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയ എന്താ വെച്ചാൽ ഞങ്ങൾ ഡയറക്റ്റ് ഡിപ്പാർച്ചർ സൈഡിലേക്കാണ് പോയത്. കയറിയപ്പോഴത്തേക്കും ഞങ്ങൾ 2 പേരും പോകുന്നതിനും കുറച്ചധികം ലഗേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി എടുത്ത് ഇറങ്ങാനായിട്ട് അവിടെ പറ്റില്ല, പാർക്ക് ചെയ്യാൻ ഒത്തിരി നേരം പറ്റാത്ത കാരണം പിന്നെ വീണ്ടും റൗണ്ട് ചെയ്ത് പാർക്കിങ്ങിൽ പോയി പിന്നെ ലഗേജൊക്കെ എടുത്ത് ഇറങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ കുറച്ച് സമയം അവിടെ പോയി. ബട്ട് ലേറ്റ് ആയിട്ടില്ല, ടൈം ഒത്തിരി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും UAE-ക്ക് ഒരു 1 month 1.5 month ഒരു വിട്ട പറഞ്ഞു പോവുകയാണ് ഞങ്ങൾ. ഫൈനലി ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഗേറ്റിലേക്ക് മന്ദം നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വെയിറ്റിംഗ് ടൈം, ലൈക്ക് നാട്ടിലേക്ക് പോകാൻ ഒരു 1 year കഴിഞ്ഞ് പോകുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ബട്ട് ചേട്ടനില്ലാത്തതിൻ്റെ ഒരു സങ്കടവും ഉണ്ടായിരുന്നു.
അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. പിന്നെ ഒരു 1 hour കൂടുതൽ ഞങ്ങൾക്ക് വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു അവിടെ. അതിന് ആ സമയത്ത് വെറുതെ ഇരിക്കുന്നത് കൊണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ വിളിച്ച് കുറച്ചധികം സമയം സംസാരിച്ചൊക്കെ കളഞ്ഞു. പിന്നെ അവിടെ ഇരുന്നു. സമയമായി 10 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ 10 മണിയെല്ലാം കഴിഞ്ഞപ്പോൾ ഓപ്പണായി. ഞങ്ങൾ അകത്തേക്ക് പോയി. എപ്പോഴും ഞങ്ങൾ ചൂസ് ചെയ്യുന്ന ഫ്ലൈറ്റ് എയർ അറേബ്യ ആയിരുന്നു. എന്തൊക്കെ ഞാൻ പറയുന്നത്, എയർ അറേബ്യയാണ്. എല്ലാവരും കംഫർട്ടബിളായിട്ട് പറയുന്നതുകൊണ്ട് ചൂസ് ചെയ്തു. പക്ഷേ എനിക്കെല്ലാ ഫ്ലൈറ്റും ഒരുപോലെ. ബിക്കോസ് ഏത് ഫ്ലൈറ്റ് കയറിയാലും ഞാൻ അപ്പോഴേ ഉറങ്ങും. അതുകൊണ്ട് എനിക്കെല്ലാം ഒരുപോലെയാണ്. അങ്ങനെ ഞങ്ങൾ ഫൈനലി വി ആർ ടേക്കിംഗ് ഓഫ് ടു ട്രിവാൻഡ്രം. വിളിക്കാനായിട്ട് പപ്പയും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. ഞാൻ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരുടെ വീട്ടിൽ പോയി കുറച്ചുപേർ അവിടെ ഇരുന്നു. സർപ്രൈസ് ചെയ്യാൻ ശ്രമിച്ചതാണ്, പക്ഷെ ആരും സർപ്രൈസ് ആയതായിട്ട് അഭിനയിച്ചു പോലുമില്ല. അമ്മയ്ക്കറിയായിരുന്നു, അച്ഛനും വാവിക്കും ലൈക്ക് അനിയത്തിക്കും അറിയത്തില്ലായിരുന്നു. 2 പേരും അഭിനയിച്ചു പോലും തന്നില്ല എനിക്ക്. പിന്നെ വാവസിക്ക് പണ്ടേ പുച്ഛഭാവമാണ്, അവളെ സ്ഥായി ഭാവമേ പുച്ഛഭാവമാണ്. അവളെ വിളിച്ചപ്പോഴത്തേക്കും ഒരു ഹായ് പറഞ്ഞ് എന്നെ ഒതുക്കിക്കളഞ്ഞു. പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ അതിൽ തൃപ്തി അടഞ്ഞു. വേറൊന്നും വഴിയില്ലല്ലോ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നാട്ടിലേക്ക് വരാൻ 4 hours ഉള്ളൂ. വീണ്ടും വീട്ടിൽ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് പത്തനംതിട്ട പോകാനായിട്ട് 1.5 hours എടുക്കും. സോ ആ ട്രാവലായിരുന്നു. അതിലും ഞാൻ ഉറങ്ങി, സുഖമായി ഉറങ്ങി. സമയം അവിടെ എത്തിയത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പച്ചപ്പും ഹരിതാപവും ഒക്കെ എത്തിയപ്പോഴാണ് ഞാൻ കണ്ണ് തുറന്നത്. ആൻഡ് ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തി. ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ വഴിയെ കാണാം. അതുവരയ്ക്കും ബൈ.